experience. ഹലോ ഹലോ ആരാ? ലില്ലിയല്ലേ? ആരാ? ലില്ലിയല്ലേ? അതെ അതെ. ആരാ? കണ്ടുപിടി, ആരാന്ന് കണ്ടുപിടി. അയ്യോ, എനിക്ക് മനസ്സിലായില്ല. ഞാനാ, കൊടകാവിളയിലെ ജോളി. ജോളിയാ? ആ റൊണാൾഡോ അച്ചാച്ചൻ? ആ അയ്യോ അയ്യോ, ഇത് ഭയങ്കര സർപ്രൈസ് ആയി പോയല്ല. അതെ. ഇപ്പൊ എവിടെയാ? കൊടുങ്ങാവളയിലാണോ? അല്ല, ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. എവിടെ? ഞാൻ തിരുവനന്തപുരം സിറ്റിയിലുണ്ട്. ആണോ? ആ ഓഹോ, പിന്നെ വേറെന്താ വിശേഷങ്ങള്? ഞാൻ അങ്ങോട്ട് വരുവാ. എങ്ങോട്ട്? ആ, നിങ്ങളുടെ അവിടെ വരുന്നുണ്ട് എല്ലാരെയും കാണാനായിട്ട്. ഇങ്ങോട്ടാ? ആ, വീടറിയോ? അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. ആ, ശരി ശരി, എന്നാ വാ. അല്ല, റൊണാൾഡോ അവിടെ ഉണ്ടോ? റൊണാൾഡോ അച്ചാച്ചൻ ഇപ്പൊ ഇവിടെ ഇല്ല, ആ, പുറത്തു പോയിരിക്കുക. ആണോ? ആ, അത് സാരമില്ല. ഞാൻ എന്തായാലും അങ്ങോട്ട് വരുന്നുണ്ട്, നമുക്ക് കാണാം. ശരി ശരി, എന്നാ ഇങ്ങോട്ട് വാ. ആ ശരി, ഓക്കെ. ആ ശരി. കാണട്ടത് അത് കാണട്ടെ, ഓഫർ കിട്ടണല്ലേ. അത് അമ്മ എന്തേ? അടുക്കളയില്. ചേച്ചി, ഓ, എന്താ ഇങ്ങ് വന്നേ. ആ, എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ഉണ്ടാക്കിക്കോ. ഉണ്ടല്ലോ. കാര്യമായിട്ട് വല്ലൊക്കെ വാങ്ങിപ്പിക്ക, ചിക്കനും മട്ടനൊക്കെ. എന്താടി? നമുക്കൊരു വിരുന്നുകാരി ഉണ്ട്. ആരാന്നറിയണ്ടേ? ജോളി. ഏത് ജോലി? എടി, കഴിഞ്ഞ ദിവസം റൊണാൾഡോ അച്ചാച്ചന് ഒരു ഷർട്ട് അയച്ചു കൊടുത്തില്ലേ? അപ്പൊ നമ്മൾ ഈ പേര് കേട്ടില്ലേ? മറ്റേ റൊണാൾഡോന്റെ പഴയ കല്യാണം കഴിക്കാനിരുന്ന പെണ്ണ്. എന്തിനു വിളിച്ചേക്കണ? ചേച്ചി, എനിക്കിപ്പോ ഒരു കോള് വന്നേക്കണ ചേച്ചി. പരിചയമില്ലാത്ത നമ്പർ. അപ്പൊ ഞാൻ ചോദിച്ചു ഹലോ ആരാന്ന് പറഞ്ഞപ്പോ ഞാൻ ജോളിയാന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല. അപ്പൊ അവൻ കൊടുങ്ങാവിളിലുള്ള ജോളി റൊണാൾഡിന്റെ എന്ന് പറഞ്ഞു. അപ്പൊ അവൻ അയ്യോ എന്താ എന്നെ വിളിച്ചേന്ന് ചോദിച്ചു. അല്ല, റൊണാൾഡോ ഇവിടെയാണെന്ന് അറിഞ്ഞ് അതുകൊണ്ടാ വിളിച്ചേന്ന്. അതാണ് എന്നെ വിളിച്ചത്. ഞാൻ ചോദിച്ചു എന്റെ നമ്പർ എങ്ങനെ എടുക്കും, അതൊക്കെ ഏതൊക്കെ വഴി ആരുടെ അടുത്ത് വാങ്ങിച്ചാന്ന് പറഞ്ഞു. നിനക്കപ്പൊ തന്നെ പറയാനില്ലേ റോസ്മേരി ആയിട്ട് നല്ല സ്നേഹത്തിൽ ജീവിക്കുവാണ്, പിന്നെ വല്ല ഇളക്കം തോന്നിയിട്ട് വിളിക്കണായിരിക്കും. ഇത്ര അറിഞ്ഞ ആൾ എന്തായാലും എല്ലാ ഡീറ്റെയിൽസും എടുത്തിട്ടുണ്ടാവും. അവർ നന്നായിട്ട് ജീവിക്കാന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് എന്നോട് പറയാ റൊണാൾഡോ ഇവിടെ ഉണ്ടോ? ഞാൻ പറഞ്ഞു ഇവിടെ ഉണ്ടായിരുന്നു, അച്ഛനുണ്ട്. അങ്ങനെയാണെങ്കിലേ ഞാനും ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഇങ്ങോട്ട് മനുഷ്യന്റെ കണ്ണിരിയണം മാറ്റി. എന്തിന്? എന്തിന്? റൊണാൾഡോ അച്ഛനെ കാണണമെന്ന്. കൊറേ വർഷങ്ങളായില്ലേ കണ്ടിട്ട്. ഇപ്പൊ ആളെ എവിടെയാ? ഓസ്ട്രേലിയയില് നേഴ്സല്ലേ അവിടെ. ഭയങ്കര കാശാ. അപ്പൊ അതിന്റെ പൊങ്ങച്ചൊക്കെ കാണിക്കാൻ വേണ്ടിട്ടാന്ന് തോന്നുന്നത്. പഴയ ഒരു ഇതുണ്ടാവൂല്ലോ, വിഷമം ഉണ്ടാവൂല്ലോ കല്യാണം നടക്കാതെ. റൊണാൾഡോ ഇങ്ങനെ നടക്കണേന്ന് പറഞ്ഞാ നാണക്കേടാവൂലേ? എനിക്കറിയാൻ പോലെ ആ പെണ്ണ് ഇവിടെ വന്ന് വലിയ പത്രാസിൽ ഇറങ്ങുമ്പോഴായിരിക്കും ഒരാൾ അവിടുന്ന് കോലുമിഠായി തിന്നോണ്ട് വരുന്നത്. എടി, ശരിക്കും എന്താ ഈ പിന്നെ കെട്ടാതിരുന്ന? എന്താ? എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ചേച്ചി, കുഞ്ഞമ്മച്ചിക്ക് മാത്രം ഇഷ്ടമല്ലായിരുന്നു. ഈ കല്യാണാലോചന വരുന്ന സമയത്തെ ഇവരുടെ ഫാമിലി അത്ര വലിയ സെറ്റപ്പ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ കുഞ്ഞമ്മച്ചി പറഞ്ഞ കല്യാണം അങ്ങനെ നടന്നു കഴിഞ്ഞാൽ കിട്ടപ്പോരൊന്നും ഉണ്ടാവത്തില്ലെന്നും. അത് കഴിഞ്ഞ് ഈ പെണ്ണ് ഓസ്ട്രേലിയയിൽ പോയില്ലേ, നേഴ്സല്ലായിരുന്ന. നേഴ്സുമാരെ കാര്യങ്ങളും വേണ്ടാന്ന് വെക്കൂ. അതിന്റെ ആ ഒരു ബുദ്ധിമുട്ട് ആ വീട്ടുകാർക്ക് ഉണ്ടായിരുന്നു. കഴിഞ്ഞ പള്ളി പെരുന്നാളിന് കുഞ്ഞമ്മച്ചീനെ ഈ ജോളിയുടെ അമ്മ പള്ളിയിൽ വെച്ച് കണ്ട്. പള്ളിയിൽ വെച്ച് കണ്ടപ്പോഴത്തേക്ക് അവര് നല്ല തള്ളി. പറഞ്ഞ് എന്റെ മോളിപ്പോ ഓസ്ട്രേലിയയിൽ ഭയങ്കര കാശുകാരിയാണ്, അവിടെ ഒരു വീടൊക്കെ വാങ്ങിച്ച് ആ മോനെ കെട്ടിയിരുന്നെങ്കിൽ അവർക്ക് രണ്ടും കൂടെ സുഖമായിട്ട് അവിടെ താമസിക്കാരെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്ക് കുഞ്ഞമ്മച്ചിക്ക് പൊളിഞ്ഞ്. അന്നത്തെ ദിവസം അവര് വീട്ടിൽ പോയിട്ട് റോസ്മേരി ചേച്ചിയുടെ ഭയങ്കര വഴക്കായിരുന്നു. എന്റെ മുന്നേ അല്ല, ഒരു കാര്യം ചെയ്യട്ടെ, അവള് വരണമെങ്കിൽ വരട്ടെ. അവൾ അങ്ങനെ ഇത് വരുന്ന വേറെ കൊണ്ടല്ലേ, പത്രാസ് കാണിക്കാൻ വേണ്ടി വരുന്നതാണ്. പത്രാസ് കാണിക്കാനും ഇവനെ കൊച്ചാക്കാനും വന്നെങ്കിൽ നമുക്ക് വിട്ടുകൊടുക്കണ്ട, നോക്കാം. എല്ലാരും പറഞ്ഞറിഞ്ഞിട്ടുണ്ടാവും റൊണാൾഡോ അച്ഛൻ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുവാണ്, എങ്ങും എത്തിയിട്ടില്ല എന്തായാലും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അവളുടെ സെറ്റപ്പ് അച്ചാച്ചൻ ഒന്ന് കാണിച്ച് കൊതിപ്പിക്കണം, അതിന് വേണ്ടിട്ട് വരുന്നതാ. അതിന് നമുക്ക് പറയാന്നേ, നമുക്ക് നല്ലോണം തള്ളി കൊടുക്കാം. എന്ത് കാണിച്ച് തള്ളാന്? അവന്റെ വർക്ക്ഷോപ്പ് ഒന്നും പോയി കാണാൻ പോണൊന്നുമില്ലല്ലോ, അവിടെ മറ്റേ മാറാലയും പിടിച്ചിരിക്കുമായിരിക്കും. അതല്ല, നമുക്ക് പറയാം 2-3 വർക്ക്ഷോപ്പും വണ്ടിയുടെ ബിസിനസ്സൊക്കെ ഉണ്ടെന്ന് പറയാം, സ്ഥലക്കച്ചവടമൊക്കെ ഉണ്ടെന്ന് പറയാം. അതൊക്കെ വേണോ?
അല്ല ഈ പിള്ളേര് ഇത് കേൾക്കേണ്ട കാര്യം എന്താ? ഞാനില്ല കേട്ടോ ഇതില്. എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ സത്യം പറയും. അയ്യോ നീ വലിയ സത്യവാൻ പുണ്യാളത്തി. സാവിത്രി. ആ ഞങ്ങൾ എന്ത് പറഞ്ഞു അതുപോലെ നീ എവിടെ മിണ്ടാതെന്ന് കേട്ടാ മതി. നിനക്ക് സ്നേഹം ഇല്ല അതുകൊണ്ട്. ചേച്ചി റിയൽ എസ്റ്റേറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാലോ? ആ അത് പറയാം. 2-3 കാറിന്റെ ഷോറൂം ഉണ്ടെന്ന് പറയാം. സെക്കൻഡ് ഹാൻഡ്. എന്നാ 2 ഫ്ലാറ്റും കൂടെ ഉണ്ടെന്ന് പറ. ആ 2 വേണ്ട, ഒരെണ്ണം ഉണ്ടെന്ന് പറയാം. അത്രക്കും കൂടുതലുള്ള ആ. ചേട്ടാ ഞാൻ തന്ന കോണ്ടാക്ട് നമ്പർ ഇല്ലേ, അതിൽ ഈ സാധനം കൊടുത്തേക്കണം കേട്ടോ. ഓക്കെ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, വന്നാ മതി. ഹായ് ലില്ലി. എന്റെ അമ്മോ സുഖമില്ലേ നിനക്ക്? അറിയല്ല. ആ സുഖം. ആ. പിന്നെ വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു ബുദ്ധിമുട്ടും ഇല്ല. അവിടെ ചോദിച്ചപ്പോ തന്നെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നു. ഇവിടെ വന്നത് ഞാൻ ഇവിടെ കാറല്ലേ? അല്ല, ഇവിടെ തിരുവനന്തപുരത്ത് വന്നെന്ന് പറഞ്ഞില്ലേ? അതെ അതെ. ഇതിൽ ആവശ്യത്തിന് വന്നാ? ഇല്ല, ഇവിടെ തന്നെയാ വന്നത്. ആണോ? അതെ അതെ. വണ്ടി അങ്ങോട്ട് പോയി. എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടിയുടെ വീട് ഇവിടെ അടുത്താണ്. അപ്പൊ അവിടെ കുറച്ച് സാധനങ്ങൾ കൊടുക്കാനുണ്ട്. ആ കൊച്ചു തന്നു വിട്ടിട്ടുണ്ട്. അതെ അതെ അതെ. എവിടെയാ അത്? അതിവിടെ അടുത്തുള്ളൊരു സ്ഥലം ഉണ്ടല്ലോ, അത് വിളപ്പിൻശാല. വിളപ്പിൻശാല. അതെ. മലയാളമൊക്കെ മറന്നു ജോളി. ലിറ്റിൽ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാ. അതെ അതെ. ശരി. റൊണാൾഡിനും ഉള്ളതാ കേട്ടോ. കൊടുത്തേക്കാം. അതെ. ഹായ് തങ്ക ചേച്ചി, സുഖാണോ? എന്നെ മനസ്സിലായോ? ആര്? മനസ്സിലായില്ല? ജോളി ഫ്രം ഓസ്ട്രേലിയ. ഞാൻ പറഞ്ഞായിരുന്നു വരുമെന്ന്. ആണോ? താങ്ക് യു ഫോർ ദ ഇൻട്രൊഡക്ഷൻ. ജോളി പറഞ്ഞല്ലോ. You got it. വാ. Come. വെളിയിലൊക്കെ അല്ലേ, അതിന്റെ ആയിരിക്കും. തങ്കം. ഓ റൊണാൾഡില്ലേ? ഇല്ല, അവൻ പുറത്തു പോയി. താഴത്തെ സാറേ 1000 രൂപ തന്നിട്ടുണ്ടായിരുന്നു റൊണാൾഡിന് കൊടുക്കാൻ വേണ്ടിട്ട്. വണ്ടി എന്താ നന്നാക്കിയത്? പിന്നെ അതാര് വന്നത്? ചേച്ചി കണ്ടായിരുന്നോ? അതെ, നമ്മുടെ റൊണാൾഡില്ലേ, അവൻ പണ്ട് കെട്ടാനിരുന്ന പിന്നെ എക്സാ വയ്യ എന്താണ് XX കാമുകി. പണ്ടത്തെ കാമുകിയാണ്. കൊള്ളാല്ലേ? ആ തിരക്കി വന്നത്. ആ എന്തോ വലിയ വീമ്പ് കാണിക്കും. പുള്ളിക്കാരി ഓസ്ട്രേലിയയിലെ വലിയ നേഴ്സ് എന്താണ്ടുവാ. അപ്പൊ വന്നെന്ന് പൊങ്ങച്ചങ്ങ് പറയാൻ വേണ്ടിട്ടേ വന്നേക്കണതാ കാണുന്നത്. റൊണാൾഡോ ഇല്ല. ആ റൊണാൾഡോ ഇല്ല. എന്താവുന്നാവോ? ഞാൻ കടയിലോട്ട് പോകും. ആ റേഷൻ കടയിലാണോ? അന്ന് മണ്ണെണ്ണ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കോ? മണ്ണെണ്ണ വന്നെന്ന് തോന്നണു. ആണോ? ഒന്ന് എന്തായാലും ഞാൻ ചോദിച്ചേക്കട്ടെ. പറയാം. അങ്ങനെയാണെങ്കിൽ വൈകുന്നേരം അങ്ങനെ പോയി മേടിക്കാം. നടി ഇതാ മേശയിലോട്ട് ഉള്ളിലോട്ട് വെച്ചേരെ. എന്നിട്ടൊന്ന് വാ, അവിടെ പോയി നോക്കാം. കുടിക്ക്. അല്ല, കൊച്ചെന്ത് ചെയ്യുന്നത്? ഡോക്ടർ. അല്ല, നീറ്റ് കഴിഞ്ഞ് നിക്കുവോ, എന്തേലും കിട്ടണോന്ന് ആലോചിച്ച്. ഡോക്ടറാകും. ഇപ്പൊ തന്നെ കിട്ടും. എന്തേലും കിട്ടണ എടുക്കാന്ന് വെച്ചിരിക്കുവോ. അല്ല, നേഴ്സിന് പഠിച്ചാ മതി, നല്ല സ്കോപ്പാ ഓസ്ട്രേലിയയില്. പക്ഷേ ഡോക്ടറിന് ഇവിടെ അതിലേക്കാളും സ്കോപ്പാ. അല്ല, സാലറി കൂടുതലാ അവിടെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അത് അവിടെ ആ നാട്ടിൽ പോണ്ടേ. ഇവിടെ ആവുമ്പോ നമുക്ക് നാട്ടിൽ കിട്ടും, അവിടെ കിട്ടണത്. ഒരു നേഴ്സ് ഉണ്ടാക്കണതിന്റെ ഇരട്ടി ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അവിടുത്തെ ലൈഫ് ഭയങ്കര പോഷാണ്. അയ്യോ, ഞങ്ങൾ അതിലും പോഷായിട്ടാ ജീവിക്കുന്നത്. ഞങ്ങൾക്ക് കുടുംബത്തിൽ അങ്ങനെ പൈസക്ക് വേണ്ടിയിട്ടല്ല, പൈസ അല്ലാതെ ഇഷ്ടം പോലെ കിടക്കുമല്ലേ. ഇതിപ്പോ ഇവള് കുഞ്ഞുനാൾ തൊട്ടേ എന്താണോന്ന് ചോദിക്കുമ്പോ ഡോക്ടറാണോ എന്ന് പറഞ്ഞു. അങ്ങനെ ക്ലീറ്റ് വെച്ചിട്ട് പറഞ്ഞ എന്നാ അവളുടെ ആഗ്രഹം അത്. ഇവിടെ ഇപ്പൊ സമ്പാദിച്ചു കൊണ്ടുവന്നോണ്ട് ഇവിടെ കഴിയേണ്ട കാര്യമില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ലില്ലിയുടെ ഹസ്ബൻഡ് ഇപ്പോഴും പോലീസല്ലേ? SI അല്ലേ? മറ്റേ ഇതും കമ്മീഷണർ DGP അങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ പോയിട്ടില്ല. പ്രമോഷൻ ഇനിയിപ്പോ അങ്ങോട്ടായിരിക്കും. ആണോ? ഓക്കെ ഓക്കെ. അല്ല, എനിക്ക് അറിയേണ്ടത് റൊണാൾഡിന്റെ വിശേഷങ്ങളാ. എവിടെയാ റൊണാൾഡോ? എവിടെയാ റൊണാൾഡോ? അച്ചാച്ചന്റെ കാര്യം പറഞ്ഞ കണ്ടിത്തിരി പാടാ. അതെന്ത് പറ്റി? രാവിലെ പോയാ രാത്രി വന്നാ പറയാൻ വന്നെന്ന്. അതെന്താ, ഒളിവിലാണോ? അയ്യോ, അതല്ല.
പിന്നെ തിരക്കല്ലേ? ചെറുക്കന് എന്തൊക്കെ ബിസിനസ് ആണോ, ബിസിനസ്സോട് ബിസിനസ്. അങ്ങനെയല്ലല്ലോ ഞാൻ അറിഞ്ഞത്. അങ്ങനെയല്ല ഞാൻ അറിഞ്ഞത്. എന്ത് അവിടെ എന്തോ ഒരു വർക്ക്ഷോപ്പ് ഇട്ടെന്നോ അത് വട്ടം പൊളിഞ്ഞ് അങ്ങനെ ആകപ്പാടെ ഇപ്പം ഇതായിട്ട് നടക്കുവാന്നാ അറിഞ്ഞത്. കൊടുങ്ങാളക്കാരല്ലേ പറഞ്ഞത്? അല്ല അതെന്താന്നറിയാമോ, ശരിക്കും അങ്ങനെയല്ല. അത് ഈ അസൂയക്കാര് പറയണതാ. ശരിക്കും അവനെ കെട്ടാൻ വേണ്ടിയിട്ട് ഒരു സുന്ദരിക്കോതയെന്ന് പറഞ്ഞ ഒരുത്തി പുറകെ നടപ്പുണ്ടായിരുന്നു. വീട്ടുകാരെയൊക്കെ വിട്ടിട്ടേ കല്യാണമൊക്കെ ആലോചിച്ച്. ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അന്നും. അപ്പൊ അവിടുന്ന് അതുകൊണ്ടൊന്ന് തൽക്കാലം മാറി നിൽക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഇങ്ങനെ ഒരു കള്ളപ്പേരും പറഞ്ഞിങ്ങ് പോകുന്നതാ. ആ കല്യാണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതോടുകൂടി അവൻ അങ്ങ് രക്ഷപ്പെട്ടു. പിന്നെ ഇപ്പൊ ഞങ്ങൾ ഈ റൊണാൾഡോ അച്ചാച്ചന്റെ വിദ്യയൊന്നും അവിടെ പറയാറില്ല. പറഞ്ഞു കഴിഞ്ഞാൽ മൊത്ത സഹായം ചോദിച്ച ആളുകൾ വരുവന്നേ. എന്താണ്ടൊക്കെ ഉണ്ടല്ലോ. ഷോപ്പ് 4 എവിടെയെങ്കിലും പോകാൻ സമയമില്ല. എല്ലാത്തിനും ഇങ്ങനെ ജോലിക്കാരെ എല്ലാത്തിനും കൂടെ 100 സ്റ്റാഫ് ഉണ്ട്. അവരെല്ലാരും റൊണാൾഡോ സാറേ എന്ന് വിളിച്ച് ഇങ്ങനെ പുറകെ നടക്കും. അല്ല, ഇത്രയും തിരക്കുള്ള മനുഷ്യനല്ലേ, അപ്പൊ വരുമ്പോ ഒരുപാട് ലേറ്റ് ആവും. അതല്ലേ പറഞ്ഞ ഇടയ്ക്ക് വരൂല. മീറ്റിംഗ് ഒക്കെ ആണെങ്കിൽ അവന് ഊരി പോരാൻ പറ്റൂലേ. എല്ലാവരും ഇങ്ങനെ വട്ടം പിടിച്ചേക്കും. വരല്ലേന്ന് എന്റെ പ്രാർത്ഥന. എന്താ? അല്ല, വരണേന്ന്. പെട്ടെന്ന് വരണേന്ന്. അങ്ങനെ അതൊന്ന് കണ്ടിട്ട് പോവായിരുന്നു. വൈകിട്ട് പോകാം. അതെ, എനിക്കൊന്ന് കാണണമായിരുന്നു. അതുകൊണ്ട് തിരക്കില്ലല്ലോ. തിരക്ക് കഴിഞ്ഞിട്ട് സാവധാനം പോവാം. കഴിക്കുക. അതെ അതെ, ഈ ചിപ്സ് ഇവിടെ ഇവിടെ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ പുറത്തുനിന്ന് അങ്ങനെ അധികം ഒന്നും മേടിക്കാറില്ല. പക്ഷെ ഭയങ്കര എണ്ണയ്ക്ക് ഭയങ്കര ഒരു ആർച്ച. അത് നല്ലതൊന്നും ശീലമില്ലാത്തതുകൊണ്ട് ഈ ഓസ്ട്രേലിയയിലൊക്കെ നല്ലത് ക്വാളിറ്റി ഇവിടെ നമ്മുടെ പറമ്പിലെ കായും പിന്നെ പറമ്പിൽ തന്നെ ഉള്ള തേങ്ങ. അതുകൊണ്ടായിരിക്കും. പുറത്തുനിന്നൊന്നും മേടിക്കില്ല. കൊള്ളാം കൊള്ളാം. ഇപ്പൊ വരവേ ഇരിക്കും. റൊണാൾഡോ വന്നിട്ട് അഭയമായോ? അവൻ തിരക്കുണ്ടെന്ന് തോന്നുന്നു. ആ കൊച്ചിനെ കൂടി വിളിച്ചോ. ജോളി, എന്താണ് ജോളി? ഒട്ടും പ്രതീക്ഷയില്ല ജോളി. ഞാനിവിടെ ജസ്റ്റ് 1 മിനിറ്റ്. നമ്മള് പറഞ്ഞില്ലേ വണ്ടി സർവീസ് ആയിട്ട് വാ. ആയിട്ട് മാർക്കറ്റ് പിരിവിനും ആളായിരുന്നു. അല്ല, അച്ചാച്ചനെ അറിഞ്ഞ ജോളി ഇവിടെ വന്ന? ഇല്ല, ഞാൻ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് നെയ്യാറ്റിക്കര പോയിട്ട് ഒരു വഴിയാണ്. എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ജോളി. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ജസ്റ്റ് 1 മിനിറ്റ്. ഹലോ, ഇന്ന് 4 മണിക്ക് കിട്ടിയിരിക്കണം. അല്ല, വെറുതെ പിള്ളേർക്ക് മെനക്കാട് ഉണ്ടാക്കാൻ നിൽക്കല്ലേ. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയില്ല. ശരി. റൊണാൾഡോ വേണ്ട. പൈസ കൃത്യമായിട്ട് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലിശ തരണ്ട. ഡേറ്റ് തെറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പലിശക്കാർക്ക് ഒരു ശകലം പോലും കേട്ടിരിക്കാൻ പറ്റത്തില്ല. അയ്യോ, പൈസയുടെ കാര്യം പറഞ്ഞപ്പോഴാ വേറൊരു കാര്യം ഓർമ്മ വന്നേ. താഴത്തെ സാറില്ലേ, സാറോ? മറ്റേ സാറ്, നീ പൈസ കൊടുത്തിട്ടുണ്ടല്ലോ. പലിശ പൈസ തന്നായിരുന്നു. അപ്പൊ മറ്റേ ചേച്ചിയുടെ താഴത്തെ ആ ചേച്ചിയുടെ പൈസ കൊടുത്തു വിട്ടിട്ടുണ്ട്. നിനക്ക് തന്നേക്കാൻ പറഞ്ഞു. 10,000 വെച്ചോ. ഞാൻ പിന്നെ എന്താണ് ഈ വഴിക്ക് ഇടോ? പക്ഷെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവിടെ കൊടങ്ങാവിളയിലെ എല്ലാരും പറഞ്ഞ ഇവനെ ഒരു ഇരുഗതിക്ക് പരഗതിയില്ലെന്നാ പറഞ്ഞത്. സത്യം. അല്ല, അങ്ങനെ ഒരു സിറ്റുവേഷനിലാണല്ലോ ഞാൻ അവിടെ ഇങ്ങോട്ടേക്ക് വന്നത്. ശരിയാണ്, വലിയ കഷ്ടപ്പാട് ദുരിതം മറ്റേക്ക്. പക്ഷെ ഈ മണ്ണി വന്ന് ഞാൻ എന്നാലും നീ മറ്റേ പെണ്ണിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ടല്ലേ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. മറ്റേതൊക്കെ നമ്മളവിടെ വെറുതെ പറഞ്ഞല്ലേ. ബുദ്ധിമുട്ടുന്നൊക്കെ ഓർമ്മിപ്പിച്ച് കുത്തി നോക്കാതിരിക്കും തങ്കച്ചേട്ടത്തി പ്ലീസ്. അത് ആ ഒരു സാഹചര്യം വീട്ടുകാർ സമ്മതിച്ചില്ല. പക്ഷെ അതുകൊണ്ട് നേട്ടമല്ലേ ഉള്ളൂ. ഈ മണ്ണി കാലുകുത്തി സത്യം ഉടങ്ങാവളം മാതാവാണ്. നിന്ന് തിരിയാൻ സമയമില്ല. അമ്മാതിരി പണികളാണ്. അല്ല, റൊണാൾഡോ രക്ഷപ്പെട്ടെങ്കിൽ എന്തുകൊണ്ട് വൈഫിനെയും മക്കളെയും ഒക്കെ അവിടെ കളഞ്ഞിട്ട് വന്നത്? തമാശയാണോ പറഞ്ഞത്? ഒരുപാട് പേരെന്നോട് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമാണ്. ഞാനിവിടെ, വൈഫും മക്കളും അവിടെ. ചിലവരാണ് എന്റെ ഫേസ്ബുക്കിനകത്ത് കമന്റ് വരെ ഇട്ട് വെക്കും, റൊണാൾഡോ ഇതിന്റെ ഭാര്യ ഇവിടെ പിള്ളേരെ കളഞ്ഞിട്ട് എന്തിനാ വന്നിക്കുന്നത്. ആക്ച്വലി അവർക്ക് ഈ സിറ്റി ലൈഫിനോട് വലിയ താല്പര്യം.
അവക്ക് നാട് വീട് പള്ളി കൂതാശ ഒരു ആറ്റിറ്റ്യൂഡ് അറിയാലോ. പക്ക നാടൻ പെൺകുട്ടിയാണ് ഞാൻ സ്നേഹിച്ച് കെട്ടിയത്. പണ്ട് സ്നേഹിച്ചവരെന്നെ സമയത്ത് നിന്നില്ല. അപ്പോൾ ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. സി ഞാൻ ഓസ്ട്രേലിയ പോയി രക്ഷപ്പെട്ടു കേട്ടോ. ഓസ്ട്രേലിയയില് നേഴ്സല്ലേ? അതെ. ഞാനും ക്ലീറ്റോ മച്ചും കൂടെ ചേർന്നൊരു മൾട്ടി സ്പെഷ്യാലിറ്റി 3 സ്റ്റാർ ഹോസ്പിറ്റൽ കിട്ടുന്ന ഒരു പരിപാടി കുറച്ച് പണ്ട് വരാറുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, അവിടുത്തെ രാജിച്ച് ഇവിടെ നിൽക്കും, അവിടുത്തെ സൂപ്പർ നേഴ്സായിട്ട് കയറാം. എനിക്ക് ഈ നാട്ടിലേ വേണ്ട, നാട് തന്നെ ഞാൻ ഒരുത്ത കാരണം വെറുത്തുപോയി. പിന്നെ വണ്ടി എന്തെങ്കിലും വേണോ? പുതിയ വണ്ടിയോ സെക്കൻഡ് ഹാൻഡ് വണ്ടിയോ നിനക്ക് ഇവിടെ ലീവിന് വരുമ്പോൾ ഉപയോഗിക്കാൻ വേണം? ബെൻസോ, BMW, ലംബോർഗിനോ ഏത് വേണമെങ്കിലും വേണം പറഞ്ഞാൽ മതി. അവിടെ ഓസ്ട്രേലിയയിൽ ഒരു 15 ബ്രാൻഡ് കാസാ എന്റെ വീടിന്റെ ഫ്രണ്ടിൽ നിർത്തിയിട്ടിരിക്കുന്ന, അതുപോലും ഓടിക്കാൻ അവിടെ ആളില്ല. റെന്റക്കാരന്റെ പരിപാടിയാണ്. മൈ ഓൺ കാർ. നമുക്ക് നോട്ടീസ് ഒട്ടിക്കണം. ചാപ്പിൽ നോട്ടീസ് റിപ്പോർട്ട് ക്ലീറ്റോ പറഞ്ഞു. നമുക്ക് നോട്ടീസ് ഒട്ടിക്കണം. എക്സ്ക്യൂസ് മീ, റൊണാൾഡോ നോട്ടീസ് ഒട്ടിക്കണമെന്നാണോ പറഞ്ഞത്? അത് കല്ലമ്പലത്തെ എന്റെ ഷോറൂമില്ലേ, പുതിയ നവീകരിച്ച ഷോറൂം, അതിന്റെ അതെ അതിന്റെ നോട്ടീസ് ഒട്ടിക്കാൻ വേണ്ടിട്ടാണ്. ഞാൻ വരാം, നമുക്ക് നോട്ടീസ് ഒട്ടിക്കാൻ കറക്റ്റ് സമയത്ത് തന്നെ വന്നു. ഇത് ഞാനൊരു പ്രൈവറ്റ് കമ്പനി ഏൽപ്പിച്ചേക്കാണ്, ഇവര് നോട്ടീസ് ഒട്ടിക്കാൻ വേണ്ടി പോകാൻ. ഞാൻ വരാം. പിന്നെ ഉടനെ പോകുമ്പോ തീർച്ചയായിട്ടും ഇപ്പൊ പോകും. അല്ലെന്നുണ്ട് ഹൈസിന്തിലോ നമുക്ക് എവിടെയെങ്കിലും പോയിട്ട്. അയ്യോ, ആ കൊച്ചു വന്നിട്ട് കുറെ നേരം അത് പോട്ടെ. പിന്നെ എനിവേ താങ്ക്സ്. നീ കൊടുത്തുവിട്ട ഷർട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സൈസ് കറക്റ്റാണ്, അത് കിട്ടി. മറന്നില്ലല്ലോ എന്തായാലും. ഓക്കെ. പിന്നെ കൊടങ്ങാവിളെ ചെന്ന് ഞാൻ ഇത്ര സെറ്റപ്പിലാണ് തൽക്കാലം ആരോടും പറയാൻ നിൽക്കണ്ടേ. കാര്യം പള്ളിപ്പെരുന്നാള്, ക്ലബ്ബ്, ഉത്സവങ്ങള്, ബന്ധുക്കൾ എല്ലാരും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും. 2 ഫോണിലായിട്ട് ചില്ലറ കോളാണോ സഹായത്തിന് വരുന്നത്. അപ്പൊ വെയിറ്റ് ചെയ്യാം, ഞാനത് പോയി നോട്ടീസ് എടുത്തോട്ട് കൊടുക്കട്ടെ. വേറെ എങ്ങനെയാ വന്നെങ്ങനെയാ? അല്ല, ഞാൻ കാറിലാ വന്ന, പപ്പയുടെ കാറിലേ. ഇപ്പൊ വരും. അയ്യോ ചെല്ലക്കുട്ടി. അതേ വരുന്നു. ഇറങ്ങട്ടെ. ശരി, ഇനി വരാം ഞാൻ കേട്ടോ. വരുമ്പോ വിളിച്ചു പറഞ്ഞിട്ട് വരണേ. അതെന്തുപറ്റി? അല്ല, റൊണാൾഡിന് ഞങ്ങൾക്കൊക്കെ ഒരു തയ്യാറെടുപ്പ് ഉണ്ട്. ഓ അങ്ങനെ. ശരി, ഓക്കെ. മിസ് യു എല്ലാവർക്കും കേട്ടോ. പോട്ടെ. പോയിട്ടുണ്ടാവും. ഞാൻ പോയെന്ന് പറഞ്ഞേക്കണേ. പറയാം. പിന്നെ അതിനകത്ത് ഒരു നല്ല മണമുള്ള സ്പ്രേ ഉണ്ട്, അത് റൊണാൾഡോ അച്ചാച്ചനുള്ളതല്ലേ? കൊടുത്തേക്കണേ. റൊണാൾഡോ മുതലാളി, എടാ കാര്യം പറയടാ. ജോളിയുടെ അമ്മച്ചി എന്റെ അമ്മച്ചിയെ പള്ളി വെച്ച് കുത്തിയപ്പോഴേ ഞാൻ അവിടെ മനസ്സിൽ നോങ്ങിയിട്ടാണ് അവൾക്ക് ഒരു പണി അവളുടെ മമ്മിയെ സെറ്റപ്പ് ചെയ്യാൻ നടക്കും. പക്ഷെ അത് എന്റെ തട്ടകത്തിലേക്ക് അവള് വരും, അവളെ കാണിക്കാൻ പറ്റുമെന്ന്. കർത്താവാണ് എന്റെ പൊന്നു പെണ്ണുങ്ങളെ, ഞാൻ മനസ്സിൽ വിചാരിച്ചില്ല. എന്തായാലും ഈ പടം കണ്ടവള് വീണല്ല. എടാ, പക്ഷെ നീ ഇതെങ്ങനെ അറിഞ്ഞ് അവളിവിടെ വന്നിട്ടുണ്ടെന്ന്? നിന്നെ എത്ര പ്രാവശ്യം ഫോണിൽ വിളിച്ച് കിട്ടുന്നുണ്ടായിരുന്നില്ല? അതാണ് ഞാൻ പറഞ്ഞത്. കൊടങ്ങാവളം മാധവും ഞാനോട്ട് ലിങ്ക് ഉണ്ട്, അവരെന്നെ കൈവിടത്തില്ല. സുലിച്ചേച്ചി റോഡ് വെച്ച് കണ്ടപ്പോ പറഞ്ഞു ജോളി എന്ന് പറഞ്ഞൊരു കഥാപാത്രം വന്നിട്ടുണ്ടെന്ന്. അപ്പഴേ എനിക്ക് മനസ്സിലായി അവൾ എന്നെ കാണാൻ വേണ്ടി വന്നയാ, എന്റെ പച്ചം വെളുത്തിരിക്കുന്ന കാണാൻ വേണ്ടി വന്നേ. എന്തായാലും സുലിച്ചേച്ചി രക്ഷിച്ച്. നേരെ പോയി സ്പെയർ പാർട്സ് കടയിൽ അവനെ 1000 രൂപ മേടിച്ച് ഫാൻസി കയറിതേ ഈ സാധനങ്ങളെല്ലാം മേടിച്ച് ഡെമ്മി മൊബൈൽ ഒരെണ്ണം ഒപ്പിച്ച് അവന്റെ കാര്യം നേരെ വന്നിറങ്ങി. ഒരു കാര്യം പറയട്ടെ, അടിപൊളിയായിട്ടുണ്ട്, നല്ല ലുക്ക്. അവളെ ചങ്ക് കാണിച്ചാണല്ലോ പോയേക്കുന്നത്. മാതാവേ നീ കാത്ത്, എനിക്കതറിഞ്ഞാ മതി. എന്തായാലും റോസ്വേരിയുടെ മുമ്പിൽ ചെല്ലുന്നിടം വരെ ആ കഴപ്പ് അങ്ങനെ നിൽക്കട്ടെ. അത് പറഞ്ഞപ്പോഴാ സുലിച്ചേച്ചി എന്ന സാറ് വണ്ടി പണി ഞാൻ 1000 രൂപ ഇട് അവന് കൊടുക്കാം. അച്ചിക്കട പൈസയായി തന്നേനെ തരും. പക്ഷേ എന്റെ 500 തരില്ല. എന്റെ 500 1000 രൂപ അല്ല അവര് തന്നെ. അതായത് അതിനകത്ത് 500 എനിക്കും 500 രൂപക്ക് അവകാശപ്പെട്ടതാണ്. നമുക്ക് വേണ്ടെങ്കിൽ വേണ്ട. എനിക്കും വേണം.
അല്ല അതെന്താ അവകാശം? ഞാൻ പണിഞ്ഞത് നിങ്ങൾക്ക് എന്താണ് അവകാശം? ആഹാ, അപ്പൊ ഞങ്ങൾ ഇവിടെ പണിയെടുത്തതോ? എന്ത് പണി? നീ വരുന്നതിന് മുമ്പ് എന്തോരം തള്ളിക്കയറ്റി വെച്ചിട്ടാ നീ അവിടെ കിടന്ന് കഥകളി കാണിച്ചത്? അത് ശരിയാ. അപ്പൊ ഈ പൈസ അത് പ്രോത്സാഹന കമ്മിറ്റിയിലേക്ക് പോയി. കർത്താവേ. എന്നാലും വേണ്ടില്ല, ഞാനെടുത്ത ഉദ്യമം വിജയിച്ചല്ലോ, എനിക്കതറിഞ്ഞാ മതി. ചൊറിഞ്ഞു തുടങ്ങിയിട്ട് ഇതൊന്നും നമുക്കിതൊന്നും ചേരുവില്ലല്ലേ. വാച്ച് കണ്ണാടെ കൊണ്ട് കൊടുക്കണം. എടി ജോളി, എന്താ പുള്ളിനെ വിളിച്ചേ? കിടക്കുന്ന വണ്ടി കണ്ട ഓടി വന്ന വഴിക്ക് നിന്ന് പുള്ളി കുറെ നേരമൊക്കെ നോക്കി. എൻ്റെ അടുത്ത് ചോദിച്ചു മെക്കാനിക്ക് വർക്ക്ഷോപ്പ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഞാൻ പറയും വർക്ക്ഷോപ്പില്ല, ഒരു മെക്കാനിക്കലുണ്ട്, ഇപ്പൊ വരും, വിളിച്ചാൽ ഉടൻ വരും എന്ന് പറഞ്ഞു. നല്ല പൈസ ഉള്ള ടീമാണെന്ന് തോന്നുന്നു. വാങ്ങിച്ചിട്ട് എന്നെന്ന് എന്താ പറ്റുക? സ്റ്റാർട്ട് ആവുന്നില്ല, ഒരു മിസ്സിംഗ് പോലെ. ഞാൻ ശരിയാക്കി തരാം, പക്ഷെ കൂലി പറയുമ്പോ കൂടുതലാന്ന് പറഞ്ഞ കഞ്ഞാവഞ്ഞി പറയരുത്. ഇല്ല, അതുകൊണ്ടൊക്കെയാണ് ഓടി വന്ന വണ്ടിയാ. ഈ ബാറ്ററി ഡൗൺ, ബാറ്ററി കണക്ഷൻ കാണാൻ കുറേ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ ഡൗൺ ആയതോ ആയിരിക്കും. ഇതൊക്കെ മുറിവിൽ തന്നെ ഇരിക്കുകയാണ്. റേഡിയേറ്റർ നല്ല ചൂടാണ്. റേഡിയേറ്റർ ലീക്ക് വല്ലതും ഉണ്ടോ ഞാൻ നോക്കട്ടെ. ഇത് റേഡിയേറ്റർ ലീക്ക് ആട്ടോ, നല്ല പണിയുണ്ട് കേട്ടോ. അയ്യോ, കുഴപ്പമില്ല, അത് അടച്ചാ മതി, ശരിയാവും. ഇത് ഇപ്പോഴെങ്ങാനും തീരോ? കുറെ സമയം എടുക്കും.